നമസ്കാരം. ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സാഖ്യയോഗത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശ്ലോകമാണ് 47-ാമത്തെ ശ്ലോകം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: കർമ്മണ്യേ വാ അധികാരസ്തേ മാ ഫലേഷു കദാചന. കർമ്മം ചെയ്യാൻ മാത്രമേ നമ്മൾക്ക് അധികാരമുള്ളൂ. കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത്. കർമ്മഫലം നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പലപ്പോഴും നമ്മളിത് പറയാന്ന് വെച്ചാൽ എന്താ, ജോലി ചെയ്യൽ മാത്രം കൂലിയില്ല എന്നതാണോ? അങ്ങനെ അത് ഒരു അടിമത്വമല്ലേ എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കർമ്മത്തിൻ്റെ ഫലത്തിൽ പല ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് ഞാൻ മാത്രമല്ല, ചെയ്യുന്ന ആൾ മാത്രമല്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെയ്യുക എന്നത് മാത്രമേ അധികാരമുള്ളൂ. മറ്റു പല കാര്യങ്ങളുടെ കൂടിച്ചേരൽ മുഖേനയാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് 18-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം, 13, 14, 15 ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം നമ്മൾക്ക്. 18-ൽ 13 മോക്ഷസന്യാസ യോഗം, അവസാനത്തെ ചാപ്റ്ററാണ് ഭഗവത്ഗീതയിലെ. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണ. സർവകർമ്മങ്ങളിലും എല്ലാ കർമ്മങ്ങളിലും വിജയിക്കണമെങ്കിൽ 5 കാര്യങ്ങളുണ്ട് അർജുന. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണ. ഇനി അടുത്ത ഘട്ടത്തിൽ ആ 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അടിസ്ഥാനം തഥാ കർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. 5 കാര്യങ്ങളെയാണ് അവിടെ പറയുന്നത്. ഒരു കർമ്മം വിജയിക്കണമെങ്കിൽ, അതിന് കർമ്മഫലം വരണമെങ്കിൽ 5 കാരണങ്ങൾ ടെ ഒരു സംയുക്തമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഒരു കർമ്മത്തിന് ഫലമുണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അധിഷ്ഠാനം. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം. എവിടെയാണ് നമ്മുടെ ഏതൊരു കർമ്മം ചെയ്യുന്നതിനും അതിന് ചെയ്യേണ്ടതായ ഒരു സ്ഥലമുണ്ട് അല്ലേ? ആ ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ ചെയ്യണം. എവിടെയെങ്കിലും പോയി ചെയ്തിട്ട് കാര്യമില്ല. കൃഷി ചെയ്യണമെങ്കിൽ, നെൽകൃഷി ചെയ്യണമെങ്കിൽ വയലിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു തുണിക്കച്ചവടം ചെയ്യണമെങ്കിൽ അതൊരു ടൗണിലായിരിക്കണം അല്ലേ? അങ്ങനെ അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ട. നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് മാത്രമല്ല, അടിസ്ഥാനം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന അധിഷ്ഠാനം അല്ലെങ്കിൽ അടിസ്ഥാനം എവിടെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ അടിസ്ഥാനമായി, അധിഷ്ഠാനം അല്ലെങ്കിൽ അടിസ്ഥാനമായി. 2 കർത്ത. അതാണ് നമ്മുടെ റോൾ, അത്രയേ ഉള്ളൂ. കർത്ത നമ്മുടെ ചെയ്യുന്ന ആളിന് വളരെ ചെറിയൊരു റോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളെ കർമ്മം ചെയ്താൽ മതി, മറ്റ് കർമ്മം ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും നമ്മളിൽ വരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനം തഥാ കർത്ത കരണം ച പൃഥക്വിധം. കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യകരണങ്ങളും അന്ധകരണങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത്. ബാഹ്യകരണങ്ങൾ നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ഏത് കർമ്മം ചെയ്യണമെങ്കിൽ നമുക്കത് വേണമല്ലോ. ജ്ഞാനേന്ദ്രിയങ്ങളും വേണം, കർമ്മേന്ദ്രിയങ്ങളും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അതുപോലെ കൈ, കാല്, വാക്ക്, ഇങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങൾ ഇത് വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കരണം ച പൃഥക്. അതുപോലെ അന്ധകരണങ്ങളായാൽ മനസ്സ്, ബുദ്ധി, ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് അല്ലേ? നല്ല ബുദ്ധിയോടെ അല്ലേ? യോഗ കർമ്മശു കൗശലം, നല്ല കുശലതയോടെ കർമ്മം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുശലതയോടെ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവണം. അപ്പോൾ അന്ധകരണങ്ങളും ബാഹ്യകരണങ്ങളും എല്ലാം ഇതിൻ്റെ ഘടകങ്ങളാണ്. അതുപോലെ വിവിധാശ്ച പൃഥക് ചേഷ്ട. പലതരം എഫേർട്ടുകൾ നമ്മൾ എടുക്കണം അല്ലേ? ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ നന്നായി മണ്ണ് ഇളക്കണം, അതൊരു എഫേർട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിത്ത് വിതച്ചത് മുളച്ചതിന് ശേഷം അതിൻ്റെ കള പറിക്കണം. ഇങ്ങനെ ഒരുപാട് ചേഷ്ടകൾ, ആവശ്യത്തിനുള്ള വളപ്രയോഗം നടത്തണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് നല്ല ഒരു ഫലം, നല്ലൊരു വിളവ് കിട്ടും.
അതാണ് വിവിധാശ്ച പൃഥക്ചേഷ്ട. അത് ചെയ്യേണ്ടതെല്ലാം നമുക്ക് ചെയ്യാൻ അറിയണം. വിവിധാശ്ച പൃഥക്ചേഷ്ട. അതുകൂടാതെ അതിലൊരു ഡിവൈൻ പ്രോവിഡൻസ്, ഒരു ദൈവികതയും കൂടി വേണമെന്ന് പറയാം. അഞ്ചാമത്തെ ഫാക്ടർ. ഈ എഫേർട്ടൊക്കെ ഈ 4 കാര്യവും നമ്മൾ മായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ മായി ബന്ധപ്പെടുന്ന ഫാക്ടറുകളാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒത്തു വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ കർമ്മം ഫലവത്താവും. അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ എന്തുമാത്രമാണ്? നമ്മുടെ റോൾ അതിൽ കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ റോള്. അതിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഫാക്ടറും കൂടി ചേർന്നാൽ മാത്രമേ അതിൻ്റെ ഫലം വരൂ എന്നാണ് അർത്ഥം. അല്ലാതെ നിങ്ങൾ ജോലി ചെയ്യൂ കൂലി വാങ്ങിക്കേണ്ട എന്നല്ല അർത്ഥം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾക്ക് കർമ്മണ്യേ വാ അധികാരസ്ഥേ മാ ബലേഷു കഥാജന. ബലത്തിനെ കുറിച്ച് ആലോചിക്കേണ്ട, കർമ്മം നമ്മൾ ചെയ്യും. ഈ പറഞ്ഞ എല്ലാ ഫാക്ടറുകളും നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന് ഒരു ശുഭപര്യവസായിയായ ഒരു ഫലം ഉണ്ടാവൂ എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.